നല്ല ടേസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോൺസോക്സ് വൺസ് അഗെയിൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ഇടുക്കി ഡാമിൽ പോയിട്ട് നമുക്ക് ഒരു ചെറുമീൻ 1-2 ചെറുമീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിവേ എന്താണെങ്കിലും അതിനെ നമ്മൾ ഓൾറെഡി ഇവിടെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. തങ്കനക്കഥ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവനെ നമ്മളൊരു വെറൈറ്റി രീതിയിൽ കറി, വെറൈറ്റി അല്ല സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്, ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കറിയും വെച്ച് ഒരു കപ്പയും റെഡിയാക്കി. ഇന്നിപ്പോൾ അജിയുണ്ട്, അനീഷുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ആഘോഷമാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മീൻ പിടിച്ചു എന്നും അതിനുശേഷം കുക്ക് ചെയ്യുന്ന കാര്യങ്ങളിലേക്കും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ആണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us see. ഓക്കെ. വാവ്, ഡാമിൽ ഒട്ടും വെള്ളമില്ലല്ലേ? ഒട്ടും വെള്ളമില്ല. ആഹാ, നമുക്ക് കഴിഞ്ഞാണോ വന്നപ്പോൾ അവിടെ നിന്നല്ലേ മീൻ അടിച്ചു കാരണം നമ്മൾ നടന്നു പോയപ്പോൾ? വെള്ളം എവിടെയാണ്? അതിൻ്റെ അപ്പുറമല്ലേ കിടക്കുന്നത്? അപ്പുറം കിടക്കുന്നത്. നോക്കാം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അടിപൊളി. തീരെ വെള്ളമില്ല കേട്ടാ. എന്തായാലും നമുക്ക് ഇവിടെ 2 കാസ്റ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് വെള്ളം എടുക്കാം. എന്നിട്ട് ഇതിലൂടെ നടന്നു പോവാം. മീൻ കുഞ്ഞുങ്ങൾ നോക്കി. പരളല്ല, അതെന്തോ മീനിൻ്റെ കുഞ്ഞുങ്ങളാ. റോഹോ കട്ട്ലയോ അങ്ങനെ എന്തിൻ്റെ കുഞ്ഞുങ്ങളാ. മതി 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 മതി. ചേറ, ചെറിയ ചേറ. അത്ര ചെറുതല്ല. ഒന്നും അറിയില്ല. വേണ്ട 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 വേണ്ട. ഇതാ കുറേ കാലം കൂടി നമുക്ക് വന്നിട്ട് ഒരു ചെറാൻ അടിച്ചിട്ടാ. അടിപൊളി ചെറാൻ. വലിയ സൈസില്ല, ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ സൈസില്ല, എന്നാലും ഒരു 2-2.5 കിലോ സൈസ് ചേരാനാണ് കേട്ടോ. കൊള്ളാം. നോക്ക്, നല്ല മെഴുത്ത് പഴയ ഒരു ഷേപ്പിലേക്ക് ആയി തുടങ്ങി മീനൊക്കെ. അടിപൊളി. വാ. ഓക്കെ. ഈ ഒട്ടന്മാരാണ് അടിക്കണേ. ഈ ഒട്ടന്മാരടിക്കണേ. അയ്യോടാ, ചേറാ, കുഞ്ഞു ചേറ്. നമുക്ക് തിരിച്ചു വിട്ടേക്കാം അല്ലേ? ഉമ്മാരെ അടിച്ച് പറിക്കണ മൊത്തം. നമുക്ക് വിട്ടേക്കാട്ടാ.
വള്ളിയെ പിടിക്കരുത്, വള്ളിയെ പിടിക്കരുത്. തുമ്പത്താ നോക്ക്. യാ അടിപൊളി. നമ്മുടെ രണ്ടാമത്തെ ചേരാൻ കേട്ടോ, അതേ സൈസിൽ ഇച്ചിരി വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. ഒരു 3 കിലോ സൈസ് ഉണ്ട്. അടിപൊളി. ഇന്നത്തെ വരവ് പൊളിച്ചു അല്ലേ സാമേ? അതെ അതെ അതെ. വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അടിച്ചിട്ടാ, വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2 എണ്ണം ചാറാ പറ. ഓക്കെ ഇതാ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. അതായത് ഫിഷ് മോളി നമ്മളെപ്പോഴും പറയാറുണ്ട്. ഞാനിന്നിപ്പോൾ നമ്മുടെ വലിയ ആശാനായ ജിരുജിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഫിഷ് മോളി അല്ല, ഫിഷ് മൊയിലി എന്നാണ് പറഞ്ഞത്. ഫിഷ് മൊയിലി. ഓക്കെ. സോ ഇന്നിപ്പോൾ നമ്മൾ അത് അങ്ങനെയെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു സെറ്റപ്പ്, ക്യാപ്സിക്കം അങ്ങനെയുള്ള സംഭവങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല ഇപ്പോൾ. സോ ഉള്ളത് വെച്ചിട്ട് ഉള്ള രീതിയിൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. കഴിച്ച് നോക്കിയിട്ടൊക്കെ പറയാമല്ലേ. ഓക്കെ. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാല മീൻസ് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടി അങ്ങനെ ചേർത്തിട്ടില്ല. അതിനകത്ത് കുരുമുളകാണ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്തേക്കണം. മീൻ വറുത്തതിനകത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കളർ ചിലപ്പോൾ വരുമായിരിക്കും, എന്നാലും വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷ് മോയിലി റെഡി ആയിട്ടുണ്ട്. എന്താവും എന്നുള്ളതൊക്കെ കഴിച്ച് നോക്കിയിട്ട് പറയാം. ഇതാണ് നമ്മൾ ചേർമീൻ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുന്ന സംഭവം. അതേപോലെ നമ്മൾ പാൽക്കപ്പയും റെഡിയാക്കിയിട്ടുണ്ട്. കപ്പ പിന്നെ നമ്മൾ സാധാരണ പാൽക്കപ്പയാണല്ലോ മറ്റേ ആഘോഷ സമയങ്ങളിൽ ചെയ്യുന്നത്, അങ്ങനെ ആയിക്കോട്ടെ, തങ്കൻ്റെ വക. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ഇപ്പോൾ അജിയുണ്ട്, അനീഷുണ്ട്, അങ്ങനെ ഞങ്ങളൊരു 4 പേര് കൂടി ഇതിൻ്റെ ഇത്രയും മൊത്തം നമ്മൾ 4 പേര് കൂടി കഴിച്ചാൽ തീരത്തില്ലല്ലേ. എന്നാലും നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ അന്ന് മീനടിക്കാനുണ്ടായിരുന്ന നമ്മുടെ ജോയലും സാമും ഒക്കെ വരാമെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും അവരൊക്കെ പറ്റിച്ച് അവർക്കൊക്കെ നാളെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ തങ്ക വീഡിയോ ഒക്കെ എടുത്തോട്ടോ. അതായത് നമ്മൾ ഡാമിൽ നിന്ന് കുറേ നാൾ കൂടി പിടിച്ചൊരു ചേർമീനിനെ അങ്ങനെ നമ്മൾ ഇത്തവണ ഒരു വെറൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ഫിഷ് മൊയിലി, അതായത് ജിൽജിയൊക്കെ പറഞ്ഞ അനുസരിച്ചിട്ട് എന്താണെന്ന് ചെയ്ത് നോക്കിക്കളയാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. ഓക്കെ. അജി ഞാനിവിടെ. അജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഇട്ടത്. ആദ്യം ഇച്ചിരി കപ്പ കഴിച്ചു നോക്കാം. തങ്കൻ്റെ കപ്പ. കപ്പ കൊള്ളാം. തങ്ക സംഭവം കൊള്ളാം കേട്ടോ. ഇത് സെറ്റാ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വ്യത്യസ്തമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ എന്ന് പറഞ്ഞേ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് അല്ല, ചെറിയൊരു മീൻകറി ഒരു വെറൈറ്റി അല്ലേ. അതൊന്നും ഇങ്ങനെ ആരും മോളി വെക്കാറില്ലല്ലോ. സാധാരണ കരിമീൻ, അതുപോലെ നെയ്മീൻ അങ്ങനെയുള്ള മറ്റേ വെറൈറ്റി ആയിട്ട് ഇതാണ് ഉണ്ടാക്കി. എന്തായാലും നല്ല തണുപ്പും നല്ല ചില്ലിങ് തണുപ്പാട്ടോ ഇവിടെ. അനീഷേ ഒന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ്. കപ്പയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റിൻ്റെ ഒരു
പാൽക്കപ്പയായിട്ട് പാൽക്കപ്പയുണ്ട്. മീൻ വെറൈറ്റി ആയി പെട്ടോ. ആ ഫിഷ് മോളില്ല, അത് വേറെ വെറൈറ്റി എന്തോ എന്നാ പറഞ്ഞേ, ഫിഷ് മോൾ എന്ന് പറയാൻ പറ്റില്ല. അത് അതൊക്കെ വില തുടങ്ങി പറയാം. തങ്ക വായോ, വാ ഒന്ന് കഴിക്കാൻ നോക്ക്. തങ്ക പറയൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങൾ കഴിച്ചിട്ട് അടിപൊളിയാണ്. ഇയാളാണ് കഴിക്കാത്തുള്ളൂ. രാവിലെ എത്ര ചേട്ടാ 10 മണിക്ക് തുടങ്ങിയ മീൻ പെട്ടാ. ഗ്രേവി പാൽക്കപ്പയും കൊള്ളാം. മീൻ കൊള്ളൂലാന്നോ? തണുപ്പ്. മീനിനോ? മീനല്ല, മൊത്തത്തില് എന്ത് തോന്നുന്നു? ചേർമീനാന്ന് പറയത്തില്ല കേട്ടോ, അല്ലേ ഞാൻ പറഞ്ഞു. സീരിയസ് ആയിട്ട് ടേസ്റ്റല്ലേ? നല്ല ടേസ്റ്റ് ആണ്. കാളാഞ്ചി ചെമ്പല്ലിയൊക്കെ ചെയ്ത് നല്ലതായിരിക്കും. ഇത് നല്ലതാണ് ഞാൻ പറഞ്ഞിട്ട് കഴിച്ചിട്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല അതാ പറഞ്ഞ എൻ്റെ ഭാഗത്തുനിന്ന്. നല്ല ടേസ്റ്റാണ്. കൊള്ളാം. മസ്റ്റ് ട്രൈ കേട്ടോ, അത്ര പറയാനുള്ളൂ. കുറേ നാൾ കൂടി ഇടുക്കിയിൽ വന്ന് നമ്മൾ ഒരു ചെറുമീനെ പിടിച്ചു. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടാറുണ്ട്. അത്രയും വലിപ്പമില്ല എങ്കിലും ഒരു 3 kg പ്ലസ് ഉണ്ടായിരുന്നു മീൻ. ആ മീനിനെ വെച്ചിട്ട് ഏകദേശം ഒരു കുറച്ച് ദിവസം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതിനുശേഷമാണ് അങ്ങനെ വന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇതുണ്ടാക്കി. എന്താണെങ്കിലും ഫിഷ് മൊയ്ലി, അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമ്മളൊരു കോമ്പിനേഷനായിട്ട് നമ്മൾ കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ പാൽക്കപ്പ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. പാൽക്കപ്പ തന്നെ ചെയ്തു. അങ്ങനെ പാൽക്കപ്പയും എന്തായാലും ഈ ഒരാളുടെ ഈ റെസിപ്പി അടിപൊളിയാണ്. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. തങ്കം പറഞ്ഞതുപോലെ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ വേണമെങ്കിൽ ആ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ വലിയ ചെറുമീൻ കിട്ടുകയാണെങ്കിൽ, ചെറുമീൻ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് മീൻ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. എന്താണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ നമുക്ക് പറയുന്നതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല. സോ അപ്പോൾ നമ്മുടെ മോൺസോക്സ് സൈനിങ് ഓഫ് റൈറ്റ് നൗ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. തോന്നുന്നില്ല കേട്ടോ, നിർത്താൻ പറ്റണില്ല.